നമസ്കാരം. ശ്രാമികൽ കുടുംബയോഗത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തീർത്ഥാടനത്തിനായിട്ട് പല ദേവാലയങ്ങളിലും പോകാറുണ്ട്. തിരുവനന്തപുരത്ത് വെട്ടുകാടുള്ള ക്രിസ്തുരാജൻ്റെ ദേവാലയത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഈ പരമ്പരയിൽ ആദ്യമായി തിരുവനന്തപുരത്തിനടുത്തുള്ള വെട്ടുകാട് പള്ളിയെ പരിചയപ്പെടാം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 2.5 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയമാണ് വെട്ടുകാട് പള്ളി. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ പള്ളി. മാദ്രെ ദെ ദേവൂസ് എന്ന പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെയും ദെ ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമാണ് മാദ്രെ ദെ ദേവൂസ്. ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. കന്യാമറിയത്തിൻ്റെ നാമത്തിലാണ് ഇവിടുത്തെ ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. ഭാരതത്തിൻ്റെ 2ാമത്തെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാദസ്പർശത്തിൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാട്. തെക്കൻ കേരളത്തിലെ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വെട്ടുകാട് പള്ളിക്ക് 500 വർഷം പഴക്കമുണ്ട്. നിലവിലുള്ള പള്ളി 1934 നിർമ്മിക്കാൻ ആരംഭിക്കുകയും 1937 പൂർത്തിയാക്കുകയും ചെയ്തു. ഏകദേശം 3 കോടിയോളം രൂപ ചെലവ് ചെയ്താണ് അന്ന് ഈ പള്ളി പണിതത്. പരമ്പരാഗത കേരളത്തിൻ്റെയും യൂറോപ്യൻ സ്വാധീനത്തിൻ്റെയും സമന്വയമാണ് പള്ളിയുടെ വാസ്തുവിദ്യാ ശൈലി. 1942 ഈ കാണുന്ന ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കുന്നത്. ഇടവാംഗമായ റവറൻ ഫാദർ CM ഹിലാരിയുടെ പൗരോഹിത്യ സേവനത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് ഇത് ഇടവകയ്ക്ക് സമർപ്പിച്ചത്. എല്ലാ വർഷവും ലത്തീൻ ആരാധനക്രമ വർഷത്തിലെ അവസാന ഞായറാഴ്ചയാണ് ക്രിസ്തുരാജൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം വളരെ വിപുലമായാണ് ആഘോഷിക്കുന്നത്. കേരളത്തിലെ ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് തീർത്ഥാടകർ അന്നേ ദിവസം ഇവിടെ എത്താറുണ്ട്. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും അനവധി പേർ ക്രിസ്തുരാജൻ്റെ അനുഗ്രഹം തേടി ഇവിടെ എത്താറുണ്ട്. ഈ വർഷത്തെ വാർഷിക തിരുനാൾ നവംബർ 15 വിശുദ്ധ കുർബാനയോടും ആചാരപരമായ പതാക ഉയർത്തലോടും കൂടി ആരംഭിക്കും. നവംബർ 20 നടക്കുന്ന വിശുദ്ധ കുർബാനയിലും 23 നടക്കുന്ന പ്രദക്ഷിണത്തിലും 10,000-കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും ക്രിസ്തുരാജൻ്റെയും രൂപം വഹിച്ചാണ് ഇവിടെ പ്രദക്ഷിണം നടത്തുന്നത്. നവംബർ 24 കുർബാനയോടുകൂടി പെരുന്നാൾ സമാപിക്കും. 10ാമത് ദിവസം പള്ളിയിലെ വേസ്പറിന് ശേഷം ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രദക്ഷിണവും ഇടവകയെ ചുറ്റി നടക്കും. ഇവിടെ നടക്കുന്ന വിരുന്നിന് ഏകദേശം 1,00,000-ഓളം പേർ പങ്കെടുക്കാറുണ്ട്. ഈ പള്ളിയോടനുബന്ധിച്ച് റോഡിന് എതിർവശത്തായി ഒരു ലൈബ്രറിയും ഒരു കമ്മ്യൂണിറ്റി ഹാളും നമുക്ക് കാണാൻ സാധിക്കും. 1948 വെട്ടുകാട് സെൻറ്റ് മേരീസ് ലൈബ്രറി സ്ഥാപിതമായത്. കേരള ഗ്രന്ഥശാല സംഘത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇത് A ഗ്രേഡ് വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇതിനോട് തൊട്ടു ചേർന്നാണ് കമ്മ്യൂണിറ്റി ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ഈ കെട്ടിടത്തിലാണ് പള്ളിയിലെ പ്രതിമകൾ ഒക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഒരു രൂപമാണ് പരിശുദ്ധ ദൈവമാതാവ് ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ട് കഴുതപ്പുറത്ത് ഇരിക്കുന്നത്. സമീപത്തായി വിശുദ്ധ യോസേപ്പിതാവിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ണിയേശുവിടെ കൈകളിൽ വഹിക്കുന്ന അമ്മയുടെ തിരുസ്വരൂപവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഹാളിൻ്റെ ഒരു വശത്ത് ഒരു അൾത്താരയും മറ്റൊരു സൈഡിൽ യേശുക്രിസ്തു കുരിശിൽ തൂങ്ങി നിൽക്കുന്ന രൂപവും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പള്ളിയുടെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത ഒരു സ്റ്റാൾ ആണ്. നിങ്ങൾക്ക് കേരളത്തിലെ ഒരു സ്റ്റാളിലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിമകൾ ഏതാണ്ട് എല്ലാ വിശുദ്ധരുടെയും ഏത് സൈസിലുള്ളതും കൂടാതെ എല്ലാവിധ ഭക്തസാധനങ്ങളും നമുക്കിവിടെ മിതമായ വിലയിൽ കിട്ടുന്നതാണ്. വളരെ വിപുലമായ ഒരു ശേഖരം ഇവിടുത്തെ ഈ സ്റ്റാളിൽ ലഭ്യമാണ്. കൂടാതെ തിരിക്കാലുകൾ, കൊന്തകൾ, മെഴുകുതിരികൾ തുടങ്ങി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഭക്തസാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. പുതിയതായി വീട് വയ്ക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദവും നമ്മുടെ മനസ്സിനിണങ്ങിയതും ആഗ്രഹിക്കുന്ന സൈസിലുമുള്ള ഫോട്ടോകൾ, പ്രതിമകൾ തുടങ്ങി നമുക്കിവിടെ ലഭ്യമാണ്. പള്ളിയുടെ
സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റാളിൽ കൂടി നമുക്ക് യഥേഷ്ടം ചുറ്റി സഞ്ചരിച്ച് നമ്മുടെ മനസ്സിനിണങ്ങിയ ഭക്തസാധനങ്ങൾ എടുക്കുവാൻ സാധിക്കും. അത് നമ്മൾ കാഷ് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതി. അവർ അത് നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് നമുക്കത് തിരിച്ചു തരും. സാധാരണ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് KSRTC വെട്ടുകാട് പള്ളിയിലേക്ക് ഉണ്ട്. ഈ മാസം 15 നടക്കുന്ന തിരുനാളോടനുബന്ധിച്ച് KSRTC സ്പെഷ്യൽ ബസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കിഴക്കേക്കോട്ട, തമ്പാനൂർ ബസ് സ്റ്റാൻഡുകളിൽ നിന്നാണ് ഈ ബസ്സുകൾ പുറപ്പെടുന്നത്. കൂടാതെ സൗജന്യ കുടിവെള്ള വിതരണത്തിന് വാട്ടർ അതോറിറ്റിയും ക്രമസമാധാന പരിപാലനത്തിന് പോലീസും കൂടാതെ സൗജന്യ മെഡിക്കൽ സർവീസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഭക്തിസാന്ദ്രവും പ്രകൃതി രമണീയവുമായ അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയിൽ നവംബർ 15 മുതൽ 24 വരെ നടക്കുന്ന ക്രിസ്തുരാജൻ്റെ രാജത്വ തിരുനാളിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളും ഇതുപോലെയുള്ള നിരവധി ദേവാലയങ്ങളിൽ തീർത്ഥാടനത്തിനായിട്ട് പോകാറുണ്ട്. പ്രത്യേകിച്ച് തിരുനാളുകൾ നടക്കുന്ന അവസരങ്ങൾ തിരുവനന്തപുരത്ത് വെട്ടുകാടുള്ള മാദ്രേ ദേ ദേവൂസ് ദേവാലയത്തിലെ ക്രിസ്തുരാജത്വ തിരുനാൾ മഹോത്സവം 2024 നവംബർ 15 വെള്ളിയാഴ്ചയാണ് ആരംഭിക്കുന്നത്. 24-ാം തീയതി ഞായറാഴ്ചയാണ് സമാപിക്കുന്നത്. നമുക്ക് സാധിക്കുന്നവർക്കെല്ലാം ഈ അവസരം പ്രയോജനപ്പെടുത്തുകയും ഇതിനു മുമ്പ് ഈ ദേവാലയത്തിൽ പോയവർക്ക് ഒരു ഓർമ്മ പുതുക്കലും അതുപോലെ തന്നെ ഇനി പോകുന്നവർക്ക് ഇതൊരു ഗൈഡ് ലൈൻസും ആയിരിക്കും. തുടർന്നും ഇതുപോലെയുള്ള മറ്റ് ദേവാലയങ്ങളിൽ തീർത്ഥാടനത്തിനായിട്ട് നമുക്ക് പോകാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനങ്ങൾ നൽകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.